ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും പിതാവ് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോടതി നാളെ വിധി പറയുകയാണ്. ചീനിക്കുഴി ആലിയാകുന്നേൽ ഫൈസൽ മുഹമ്മദ്, ഭാര്യ ഷീബ, മക്കളായ മഹറൻ, അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഫൈസലിന്റെ പിതാവ് ഹമീദാണ് കേസിലെ ഒരേയൊരു പ്രതി. 2022 മാർച്ച് 19 ഈ ക്രൂര കൊലപാതകങ്ങൾ. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവ് മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി. ചീനക്കുഴി കൂട്ടക്കൊലയെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് കൊലപാതകത്തിന് പ്രതി നടത്തിയ ആസൂത്രണവും പ്രതിയുടെ പകയും തന്നെയാണ്. മാർച്ച് 19 സംഭവം നടക്കുന്നത്. ചീനിക്കുഴി ആലിയാകുന്നേൽ ഫൈസൽ മുഹമ്മദും ഭാര്യയും 16, 11 വയസ്സുള്ള പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം ഗാഠനിദ്രയിലാണ്. ഈ സമയം ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പിതാവ് ഹമീദ് ഇവർ ഉറങ്ങിക്കിടന്നിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടി. ഇതിനുശേഷം ഇവരുടെ മുറിയിലേക്ക് തിരിയിട്ട് കത്തിച്ച പെട്രോൾ കുപ്പികൾ വലിച്ചെറിഞ്ഞു. വീടിൻ്റെ ഈ വശത്തുള്ള ഈ മുറിയിലാണ് അന്ന് രാത്രി ഫൈസലും കുടുംബവും കിടന്നുറങ്ങിയത്. ഈ മുറി പുറത്തുനിന്ന് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയ ഹമീദ് ആദ്യം ചെയ്തത് വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ്. അതിനുശേഷം കുടിവെള്ള ടാങ്കിലെ വെള്ളം പൂർണ്ണമായും തുറന്നുവിട്ടു. മോട്ടോർ പമ്പിലേക്കുള്ള വൈദ്യുതി കണക്ഷനും അതോടൊപ്പം തന്നെ പൈപ്പുകളും മുറിച്ചു മാറ്റി. ഇതിലൂടെ തൻ്റെ ഇരകൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് ഹമീദ് ഉറപ്പിക്കുകയായിരുന്നു. മകനും കുടുംബവും ഈ മുറിക്കുള്ളിൽ വെന്തുപിടയുമ്പോൾ സമീപത്ത് നിന്ന് ഹമീദ് അവരുടെ മരണം ഉറപ്പിക്കുകയായിരുന്നു. ഞാനന്ന് രാത്രിയിൽ സാധാരണ നോർമലായിട്ട് കിടന്നുറങ്ങും ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഒരു 12:30 കഴിഞ്ഞ് 12:35 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെന്നെ ഫോൺ വിളിച്ചു. പെട്ടെന്ന് ഫോൺ വരുവാണ് അത്. അപ്പോൾ ഞാൻ അസ്നയും മെഹറും കൂടെയാണ് വിളിക്കുന്നത്. രാവിലെട്ടായി ഓടി വാ, വീടിനകത്ത് തീ ഇട്ടു എന്നാണ് പറഞ്ഞത് വല്യപ്പ. ഞാനപ്പോഴത്തേക്കും വൈഫിനെ വിളിച്ചെണീപ്പിച്ച് അമ്മയോടും വൈഫിനോടും അങ്ങോട്ടും ഇങ്ങോട്ടും, വഴിക്ക് അപ്പുറത്തോട്ട് അമ്മയോടും വഴിക്ക് ഇപ്പുറത്തെ വശത്തോട്ട് മമ്മിയോടും വൈഫിനോടും ഓടാൻ പറഞ്ഞു. ഓടിക്കഴിഞ്ഞ് അവർ ആൾക്കാരെ വിളിക്കാൻ ചെന്ന് ഞാൻ ഫ്രണ്ട് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുമായിരുന്നു. ആ വാതിൽ ഞാൻ തുറന്നു. അപ്പോൾ ഷിവിച്ചേട്ടയുടെ ഞാൻ പറഞ്ഞു, ഷിവിച്ചേട്ടായി ഞാൻ വന്ന് നിൽക്കാൻ, ഞാൻ വന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ വെപ്രാളം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അകത്തോട്ടെന്ന മുണ്ട് മടക്കി കുത്തി ഓടി കയറാൻ ശ്രമിക്കാൻ നോക്കുമ്പോഴാണ് ഈ വല്യപ്പ വീണ്ടും പുറകിൽ നിന്ന് വന്നത് പെട്രോൾ കുപ്പിയിൽ വെച്ചെറിയുന്നത്. അതെൻ്റെ തലയ്ക്ക് സൈഡിൽ കൂടെ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വല്യപ്പനെ തള്ളി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് അകത്ത് ബാത്റൂം, അപ്പോഴത്തേക്കും ഉള്ളിൽ തീയായി. ഈ രണ്ടാമത് ചാടിയ കുപ്പിയുടെയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അപ്പുറത്ത് ഓടിച്ചെന്ന് വാതിൽ തുറന്നു അപ്പുറത്തെ മുറിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ വെള്ളമില്ല. പിന്നെ ഫ്രിഡ്ജ് തുറന്നു നോക്കി, അവിടെ എന്തൊക്കെ കിട്ടിയത് വെച്ച് ഞാൻ ആ പിറ്റിക്കിട്ട് എറിഞ്ഞു ഈ തീ അണയ്ക്കാൻ വേണ്ടി. എന്നിട്ട് ഓടി പുറവശത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടർ അടിക്കാൻ ശ്രമിച്ചപ്പോൾ മോട്ടറിൻ്റെ വയർ പിടിപ്പിച്ചിട്ട് വെക്കുമായിരുന്നു. കിണറ്റിപ്പോയി നോക്കി, കപ്പിയും കയറും അതും അവർ എടുത്ത് പുള്ളി മാറ്റിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും പിള്ളേരെ നിലവിളി ശബ്ദം നിന്നിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ഇവരെ മേ ബി രക്ഷപ്പെട്ട് പോയി കാണുമെന്ന് ഞാൻ ഓർത്തു. അപ്പോഴത്തേക്കും നാട്ടുകാർ ഓടിക്കൂടി. അപ്പോൾ ഇവരെ ശബ്ദമൊന്നുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ വന്ന ആൾക്കാരോട് പറഞ്ഞു അകത്ത് ആളുണ്ടെന്ന് പറഞ്ഞു. അവർ കിടന്ന ആ മുറി തല്ലിപ്പൊട്ടിച്ചു ഹോസ്പിറ്റൽസ്. ആ തല്ലിപ്പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ആളെ കണ്ടില്ലാത്തപ്പോൾ ഈ വന്നവരോർത്തു അവരിറങ്ങിപ്പോയെന്ന് ഓർത്തു. പക്ഷെ അവർ ബാത്റൂമിൽ അകത്ത് കയറിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവരെയൊന്നും മരിച്ചത് പിള്ളേർ. ചെറു കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നാണ് അവർ പിള്ളേർ രണ്ടുപേരും. ഈ ഇത്താക്കും ഇക്കായ്ക്കും കടയായ കാരണം ആ പിള്ളേർ ജനിച്ചതും വളർന്നതൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ പെങ്ങന്മാരെ പോലെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവരുടെ ജീവനറ്റ ശരീരം ഞാൻ കണ്ടിട്ടില്ല. എന്നെ വരാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് ഹമീദിന്റെ ഇളയ മകനായിരുന്നു ഫൈസൽ. ഇഷ്ടദാനം നൽകിയ തറവാട് വീട് തിരിച്ചു നൽകണമെന്ന ആവശ്യവുമായാണ് ഹമീദ് നാളുകൾക്ക് ശേഷം ഫൈസലിനെ തേടിയെത്തുന്നത്. പിതാവിനെ ഒപ്പം താമസിപ്പിക്കാനായിരുന്നു മകന്റെ തീരുമാനം. എന്നാൽ പ്രശ്നങ്ങൾ അവിടെയും തീർന്നില്ല. ദിവസവും ആട്ടിറച്ചി വേണമെന്നായി ഹമീദ്. പിന്നീട് ഇതിനെ ചൊല്ലിയായി തർക്കം.
സംഭവ ദിവസം തന്നെ ഹമീദിനെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കുടുംബമായിട്ട് ഒരൊറ്റ മുറിയിൽ തന്നെയാണ് അവർ രാത്രി കഴിഞ്ഞിരുന്നത്. ഇവർ തമ്മിലുള്ള ഈ വൈരാഗ്യമൊക്കെ കൊണ്ട് അവിടെ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് 19-ാം തീയതി മാർച്ച് 2022 മാർച്ച് മാസം 19-ാം തീയതി രാത്രിയിൽ ഒരു 12:45 മണിയോടുകൂടി ഇയാൾ പെട്രോള് ഒഴിച്ച ബോട്ടിൽസിനകത്ത് കോട്ടൺ വേസ്റ്റ് തിരികെ അത് കത്തിച്ച് ഇവർ കിടന്ന മുറിയിലേക്ക് എറിഞ്ഞു. മുറിയിലേക്ക് ഇട്ടു എന്നാണ് കേസ്. ഇവർ മരിക്കുന്നതിനൊരു 27 ദിവസം മുമ്പ് ഈ മരിച്ച മകൻ പേര് ഫൈസൽ, അയാൾ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ഇങ്ങനെ പെട്രോൾ ഒഴിച്ച് കുടുംബത്തെ കത്തിക്കുമെന്ന് കാണിച്ച് പെറ്റീഷൻ വരെ കൊടുത്ത് ആ പെറ്റീഷൻ വരെ നിലനിൽക്കുന്ന സമയത്താണ് സംഭവം നടന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് 71 സാക്ഷികളെ വിസ്തരിച്ചു, 136 രേഖകൾ നമ്മൾ പ്രൂവ് ചെയ്തു, 26 മെറ്റീരിയൽ ഓബ്ജക്ട്സ് കേസിൽ തെളിവിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഫൈസലിന്റെ പുതിയ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ കുടുംബ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറാനിരിക്കെയാണ് ഈ അരുംകൊലകൾ നടക്കുന്നത്. ഇതിന്റെ ഞെട്ടലിൽ നിന്ന് ചീനിക്കുഴി എന്ന ചെറിയ ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല. അവർ കോടതിയുടെ അന്തിമവിധിക്കായി കാത്തിരിക്കുകയാണ്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിൻസ് രാജു.